വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയപിക്സ്. എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഓണത്തിൻ്റെ ചെറിയൊരു സദ്യയായിരുന്നു. ആ ഒരു ചെറിയ ലളിതമായിട്ടുള്ള സദ്യ നിങ്ങളായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ചൊന്ന് ലേറ്റായി. അന്ന് എനിക്ക് 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ 2 കസിൻ സിസ്റ്റേഴ്സ് ഹൈദരാബാദിൽ ജോലി കിട്ടി വന്നിട്ടുണ്ട്. അപ്പം അന്ന് അവർക്ക് വർക്കിംഗ് ഡേ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഡിന്നറിനാണ് അവർ വന്നത്. ഇപ്രാവശ്യം നാട്ടിൽ പോകാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ട്രാവൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ 3 ടൈപ്പിലെ പച്ചടി കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്യുന്നുള്ളത് ഞാൻ അറിഞ്ഞു. ഇപ്രാവശ്യം ഞാൻ പഴം പച്ചടിയല്ലായിരുന്നു കേട്ടോ. പൈനാപ്പിൾ പച്ചടിയും ബീട്രൂട്ട് പച്ചടിയും പാവയ്ക്ക കിച്ചടിയാണ് കേട്ടോ വിളമ്പിയിരിക്കുന്നത്. പിന്നെ അവിയലും തോരനും, ബീൻസ് ക്യാരറ്റ് തോരനാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. അമ്മ നല്ല ക്യാബേജ് തോരൻ ഉണ്ടാക്കുമായിരുന്നു. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്രാവശ്യം ഓണത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെന്നുള്ളത് പറയണേ. നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്രാവശ്യം വലിയൊരു സദ്യയൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. സേമിയ പായസം മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു. പായസമായിട്ട് പ്രഥമനൊന്നും ഉണ്ടാക്കിയില്ല. ആ സമയത്ത് മോൻ ഫുഡ് അങ്ങനെ കഴിക്കുന്നില്ലായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നു. എങ്കിലും സാരമില്ല. അപ്പം ആദ്യം അരുൺ ചേട്ടനും ബ്ലൂലു മീനും ഒക്കെ സദ്യ കഴിക്കുവാണ്. കുഞ്ഞിൻ്റെ ഫുഡ് ടൈം ആയതുകൊണ്ടാണ് എനിക്ക് വിളമ്പാഞ്ഞത്. അതുപോലെ തന്നെ കുഞ്ഞിന് സദ്യ കഴിച്ചുവിടുക. അവൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ അവനും വിളമ്പാഞ്ഞത്. എന്നാലും എല്ലാ പ്രാവശ്യം ചെറിയ സദ്യ കുഞ്ഞിൻ്റെ മുന്നിൽ വിളമ്പി വെക്കുമായിരുന്നു. അവൻ വെറുതെ അതെടുത്ത് വെച്ച് കളിക്കുമായിരുന്നു. അവൻ കഴിക്കത്തൊന്നുമില്ല, കഴിക്കാനും പാടില്ല. ഇപ്രാവശ്യം പിന്നെ അതിനും മുതിർന്നില്ല. വേണമെങ്കിൽ ഇടയോടുകൂടി എടുത്ത് കളയും. അത്രയും ഫുഡ് വേർഷനിലിരിക്കുമായിരുന്നു. അപ്പം നമ്മുടെ കുഞ്ഞ് ഫാമിലിയുടെ കുഞ്ഞോണം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ ഓണം ഒരുപാട് നല്ലതായിരുന്നെന്ന് വിശ്വസിക്കുന്നു. വിശേഷങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യണേ. അപ്പോൾ നമ്മുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. പുതിയ റെസിപ്പികളുമായിട്ടോ അല്ലെങ്കിൽ വ്ലോഗായിട്ടോ ഒക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.